ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ മന്ത്രി പി രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. മൊഴി നൽകിയത് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ TN പ്രതാപനായി ചുവരെഴുത്ത് വാർത്തകളിൽ ഇടം പിടിച്ചതോടെ പ്രതാപൻ ഇത് മായ്ക്കാൻ നിർദ്ദേശം നൽകി. തൃശൂർ ലൂർദ് പള്ളിയിൽ മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും. മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ മന്ത്രി പി രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറാണ് മൊഴി നൽകിയത്. മന്ത്രി പി രാജീവിനെതിരെ കരുവന്നൂർ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറാണ് മൊഴി നൽകിയത്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പി രാജീവ് കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതെന്നും സത്യവാങ്മൂലത്തിൽ ED വ്യക്തമാക്കുന്നു. കരുവന്നൂർ ബാങ്കിൽ CPMനായി രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്നും വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേരിലായിരുന്നു അക്കൗണ്ടുകളെന്നും ED നൽകിയ സത്യവാങ്മൂലത്തിലുണ്ട്. ഏരിയ കോൺഫറൻസ്, സുവനീർ അക്കൗണ്ട്, ബിൽഡിംഗ് ഫണ്ട് എന്നീ പേരിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. ഇതിന് മാത്രമായി പ്രത്യേക മിനിറ്റ്സ് ബുക്ക് ഉണ്ടായിരുന്നു. കോടികൾ രഹസ്യ അക്കൗണ്ടുകളിലൂടെ CPM നിക്ഷേപിച്ചുവെന്നും ED വ്യക്തമാക്കുന്നു. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സ്വകാര്യ ഹർജിയിലാണ് ED മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ TN പ്രതാപനായി ചുവരെഴുത്ത്. വെങ്കിടെങ്കിലാണ് പ്രതാപനെ വിജയിപ്പിക്കണമെന്ന ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. ചുവരെഴുത്ത് വാർത്തകളിൽ ഇടം പിടിച്ചതോടെ പ്രതാപൻ ഇത് മായ്ക്കാൻ നിർദ്ദേശം നൽകി. AICC പ്രഖ്യാപനമുണ്ടാകാതെ എവിടെയും പേരെഴുതരുത് എന്ന് പ്രതാപൻ അറിയിച്ചു. പ്രതാപൻ തുടരും പ്രതാപത്തോടെ. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ വിജയിപ്പിക്കുകയെന്നുമാണ് വെങ്കിടങ്ങ് സെന്ററിൽ പ്രത്യക്ഷപ്പെട്ട ചുവരെഴുത്ത്. മണ്ഡലത്തിൽ TN പ്രതാപന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിലും ചുവരെഴുത്ത് തുടങ്ങിയിരിക്കുകയാണ് പ്രവർത്തകർ. അതിനിടെ വെങ്കിടങ്ങിൽ TN പ്രതാപന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചെഴുതിയ ചുവരെഴുത്ത് മായ്പിച്ചു. TN പ്രതാപൻ തന്നെയാണ് പ്രവർത്തകരോട് ചുവരെഴുത്ത് മായ്ക്കാൻ ആവശ്യപ്പെട്ടത്. ചിഹ്നം മാത്രം എഴുതാനാണ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയതെന്നും പേരെഴുതിയത് ശരിയായില്ലെന്നും അദ്ദേഹം നിലപാടെടുത്തു. AICC പ്രഖ്യാപനം ഉണ്ടാകാതെ എവിടെയും പേരെഴുതരുത് എന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയെന്നും പ്രതാപൻ അറിയിച്ചു. BJP സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സുരേഷ് ഗോപിയും മണ്ഡലത്തിൽ പ്രചരണവുമായി മുന്നോട്ടു പോവുകയാണ്. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഗതാഗത ക്രമീകരണം. താലപ്പൊലി ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ നഗരത്തിൽ പോലീസ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തെക്കേനടയിൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് രാവിലെ 11 വരെ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. താലപ്പൊലിയോടനുബന്ധിച്ചാണ് ഇന്ന് മുതൽ വ്യാഴാഴ്ച വരെ നഗരത്തിൽ പോലീസ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപ്രകാരം ഗുരുവായൂർ ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും മറ്റു വാഹനങ്ങളും ചന്തപ്പുര ബൈപ്പാസ് വഴി കോട്ടപ്പുറത്തെത്തി യാത്ര തുടരണം. ഗുരുവായൂർ, അഴീക്കോട്, എറിയാട് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓർഡിനറി ബസ്സുകൾ നഗരത്തിലേക്ക് പ്രവേശിക്കാതെ ചന്തപ്പുര സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കണം. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളും മറ്റു വാഹനങ്ങളും കോട്ടപ്പുറം സിഗ്നലിൽ നിന്ന് ബൈപ്പാസിലൂടെ ചന്തപ്പുരയിൽ എത്തി യാത്ര തുടരണം. മാള, കൃഷ്ണൻകോട്ട, പറവൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ മുസിരി സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകണം. തൃശൂർ, ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ കാവിൽക്കടവ് ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിച്ച് അവിടെ നിന്ന് തിരിച്ചു പോകണം. ഹെവി വാഹനങ്ങൾ കോഓപ്പറേറ്റീവ് കോളേജ് വഴി ലക്ഷ്മി സിനിമാസിന് മുന്നിലെത്തി പോകണം. അഴീക്കോട്, എറിയാട് ഭാഗങ്ങളിൽ നിന്നുള്ള കാർ അടക്കമുള്ള വാഹനങ്ങൾ നഗരത്തിൽ പ്രവേശിക്കാതെ ബൈപ്പാസിൽ പാർക്ക് ചെയ്യണം. തെക്കേനടയിൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് രാവിലെ 11 വരെ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. അതേസമയം താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് 4ാം താലപ്പൊലി ആഘോഷിക്കുന്ന ജനുവരി 18-ന് പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഒഴികെയുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
തൃശൂർ ലൂർദ് പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും. മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. ജനുവരി 17-ന് ഗുരുവായൂരിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. കഴിഞ്ഞ പെരുന്നാളിന് ലൂർദ് പള്ളിയിൽ എത്തിയപ്പോൾ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാമെന്ന് നേർന്നിരുന്നു. കിരീടം സമർപ്പിക്കാൻ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപിയോടൊപ്പം ഭാര്യയും മകളും തൃശൂരിലെ മറ്റ് BJP നേതാക്കളും എത്തിയിരുന്നു. സ്വർണ്ണ കിരീടം സമർപ്പിക്കാനെത്തിയ സുരേഷ് ഗോപിയെയും സംഘത്തെയും പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സ്വീകരിച്ച് പള്ളിക്കുള്ളിലേക്ക് ആനയിച്ചു. തുടർന്ന് സുരേഷ് ഗോപി മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സുരേഷ് ഗോപി താൻ കൊണ്ടുവന്ന സ്വർണ്ണ കിരീടം വികാരിക്ക് കൈമാറി. പിന്നീട് സുരേഷ് ഗോപി മകൾക്കും ഭാര്യയ്ക്കുമൊപ്പം ആ കിരീടം മാതാവിന്റെ തലയിൽ അണിയിക്കുകയായിരുന്നു. ചടങ്ങിനിടെ കിരീടം നിലത്ത് വീണത് ആശങ്കയുണ്ടാക്കി. മണ്ഡലത്തിൽ സജീവമായ സമയത്ത് തൃശൂർ ലൂർദ് പള്ളിയിൽ എത്തിയ സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം നടക്കി വയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വിവാഹിതയാകാൻ പോകുന്ന മകളോടൊപ്പം എത്തി അദ്ദേഹം സ്വർണ്ണ കിരീടം നടക്കി വെച്ച് നേർച്ച പൂർത്തിയാക്കുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ മേജർ ജനറൽ മാർ റാഫേൽ തട്ടിലിന് തൃശൂരിൽ ഊഷ്മള വരവേൽപ്പ്. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ എന്നിവർ അടക്കമുള്ള വൈദികർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ പൗരസ്വീകരണവും നൽകി. സാംസ്കാരിക നഗരിയിലെത്തിയ തട്ടിൽ പിതാവ് ആദ്യം എത്തിയത് തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ കല്ലറയിലേക്കായിരുന്നു. കല്ലറയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയ ശേഷം ബിഷപ്പ് ഹൗസിൽ എത്തി. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ എന്നിവർ അടക്കമുള്ള വൈദികർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളും തൃശൂരിലെ പൗരപ്രമുഖരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്തെ പ്രമുഖരും അദ്ദേഹത്തിന് ആശംസ നേരാനെത്തി. തൃശൂരിൽ എത്തിയാൽ സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തുന്ന സന്തോഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചാൽ തൃശ്ശൂർ ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഞാൻ അറ്റ് ഹോമാണ്. ഇവിടെ എനിക്ക് ആരും അപരിചിതരല്ല, എല്ലാവരും എൻ്റെ സ്വന്തം വീട്ടുകാരും എൻ്റെ നാട്ടുകാരാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറമക്കാവായിട്ടും തിരുവമ്പാടിയായിട്ടും വടക്കുനാഥ ക്ഷേത്രമൊക്കെ ആയിട്ട് എനിക്ക് വളരെ ആത്മാർത്ഥ ബന്ധമുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ മുസ്ലിമുകളുമായിട്ടും എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത, മതങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യൻ്റെ സാഹോദര്യത്തിൽ അടിയുറച്ചൊരു നാടാണ് തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപക്ഷെ എന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സാഹോദര്യത്തിൻ്റെ ഒരു വേവ് ലെങ്ത്, അതിൻ്റെ ഒരു ഹൃദയവികാരം പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ സാധിക്കുമെന്നുള്ള ഒരു വിചാരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും എനിക്ക് അന്യരല്ല, എല്ലാം എൻ്റെ സ്വന്തമാണ്. സ്വന്തം ഇടവകയായ പുത്തൻപള്ളിയിൽ എത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് അൽമായർ നൽകിയത്. തുടർന്ന് കുർബാന അർപ്പിച്ചു. തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ പൗരസ്വീകരണവും നൽകി. പുത്തൻപള്ളി അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യാതിഥിയായി. എമിറേറ്റസ് ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായി. മേയർ MK വർഗീസ്, TN പ്രതാപൻ MP, P ബാലചന്ദ്രൻ MLA, മതമേലധ്യക്ഷന്മാരായ മാർ ഔബിൻ കുര്യാക്കോസ് മാർ ക്രിമീസ്, ഗീവർഗീസ് മാർ യൂലിയോസ്, സ്വാമി സദ്ഭവാനന്ദ, മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ, വികാരി ജോസ് വള്ളൂരാൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, തൃശൂർ. ജലസേചന വകുപ്പിന്റെ കോടികൾ വിലമതിക്കുന്ന ഭൂമി കാട് കയറി നശിക്കുന്നു. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് കുറ്റിച്ചിറ റോഡിലുള്ള ഭൂമിയാണ് അനാഥാവസ്ഥയിലായിരിക്കുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം കോടശ്ശേരി പഞ്ചായത്തിന് കൈമാറി പഞ്ചായത്തിന് വികസനത്തിന് ഉപയോഗപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തുമ്പൂർമൊഴി ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി വലതുകര മെയിൻ കനാലിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്താണ് ജലസേചന വകുപ്പിന് ഈ ഭൂമി കൈവശം വന്നു ചേർന്നത്. കരാർ നിർമ്മാണ തൊഴിലാളികളും കരാറുകാരും വിശ്രമിച്ചിരുന്നതും താമസിച്ചിരുന്നതും ഇവിടെ ഷെഡ് കെട്ടിയാണ്. പിന്നീട് ഇവിടെ പ്രൊജക്ട് ഓഫീസറുടെ ഓഫീസും വാച്ച്മാൻമാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും പണി തീർത്തിരുന്നു. ഏതാനും വർഷം മുമ്പ് വരെ ഈ ക്വാർട്ടേഴ്സിൽ കനാൽ വാച്ചർമാർ താമസിച്ചിരുന്നു. വിവിധ ബ്രാഞ്ച് കനാലുകളിലേക്ക് സ്പൗട്ട് തുറന്ന് വെള്ളം തിരിച്ചുവിടുന്നതിനും കനാലിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യലുമായിരുന്നു വാച്ചർമാരുടെ ചുമതല. കനാൽ വാച്ചർമാർ ഇല്ലാതായതോടെ ഇവിടെയുള്ള ക്വാർട്ടേഴ്സ് ജീർണാവസ്ഥയിലായി. കെട്ടിടം ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണിപ്പോൾ. ഒഴിഞ്ഞ പറമ്പും കെട്ടിടവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടിയിരിക്കുകയാണ്.
ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം കോടശ്ശേരി പഞ്ചായത്തിന് കൈമാറി പഞ്ചായത്തിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പഞ്ചായത്ത് വ്യാപാര സമുച്ചയം നിർമ്മിച്ചാൽ പഞ്ചായത്തിന് വരുമാനത്തിനും പ്രദേശത്തിന് വികസനത്തിനും സാധ്യതയുണ്ടാകുമെന്നും പറയുന്നു. മീഡിയ ടൈം, ചാലക്കുടി. മേലൂർ പഞ്ചായത്തിൽ കർഷകർക്ക് ഭീഷണിയായി കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു. അടിച്ചിലി, പുഷ്പഗിരി, പാലപ്പള്ളി, കൂവക്കാട്ടുകുന്ന മേഖലകളിലാണ് ശല്യം രൂക്ഷമായിട്ടുള്ളത്. ഇവയെ തുരത്താൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. മേലൂർ താങ്ങുച്ചിറ പാടത്ത് മേച്ചേരി ബെന്നിയുടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നികളുടെ ശല്യം മൂലം കപ്പ കൃഷി വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. 2 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമായ 1 ഏക്കറിലുള്ള മരച്ചീനിയാണ് ദിവസവും ഓരോ വാരം കുത്തിമറച്ചു നശിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൃഷി ചെയ്യണമോ അവസാനിപ്പിക്കണമോ എന്ന ആശയക്കുഴപ്പത്തിലാണെന്ന് ബെന്നി പറയുന്നു. 50 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തതിൽ 3 വാരം ഒഴികെയുള്ള ബാക്കിയെല്ലാം നശിപ്പിച്ച് കളഞ്ഞിരുന്നു. ഇതുമൂലം ഇത്തവണ കൃഷി ഇറക്കിയില്ല. ഉദ്യോഗസ്ഥരോട് വിവരം അറിയിച്ചുവെങ്കിലും കാര്യമായ ഫലം കണ്ടില്ല. മേലൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കുകയാണെന്നും ഇവയെ തുരത്താൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ മേഖലയിൽ ഫാമിലെ ഇറച്ചിക്കോഴികളെ 3 കുറുനരികൾ ചേർന്ന് കൊന്നിരുന്നു. 400-ലധികം കോഴികളാണ് ചത്തിരുന്നത്. കാട്ടുപന്നി കുറുനരിയുടെ ശല്യവും മൂലം കർഷകർ വലിയ ദുരിതത്തിലാണ്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. പെരുമ്പിലാവ് പരുവക്കുന്ന് ഫെസ്റ്റിനിടെ ചേരിതിരിഞ്ഞ് സംഘർഷത്തിനിടെ ആനയിടഞ്ഞ് 3 പേർക്ക് പരിക്കുപറ്റി. പോലീസ് ലാത്തി വീശി. കൂട്ടിയെഴുന്നള്ളിപ്പിനിടെ 2 ക്ലബ്ബുകൾ ആനയുടെ മുന്നിൽ നിൽക്കുന്നതിനിടെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിനിടെയാണ് കൊമ്പൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഇടഞ്ഞത്. സംഘർഷത്തിൽ പെരുമ്പിലാവ് ചേരിയിൽ വീട്ടിൽ നിസാമുദ്ദീൻ, അക്കിക്കാവ് കോട്ടമേലി വീട്ടിൽ പ്രഭുൽദേവ്, അക്കിക്കാവ് മുന്നോടിപ്പറമ്പിൽ വീട്ടിൽ റാഷിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സീറോ മലബാർ സഭയുടെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശം. ഇത് സംബന്ധിച്ച സർക്കുലർ അടുത്ത ഞായറാഴ്ച പള്ളികളിൽ വായിക്കും. മാർപ്പാപ്പയുടെ നിർദ്ദേശം നിർബന്ധമായി നടപ്പാക്കണമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയോടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ ശേഷം ചേർന്ന സിനഡ് യോഗത്തിൻ്റെതാണ് തീരുമാനം. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ സാമ്പത്തിക വർഷത്തിലെ പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് കരട് നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആതിര ദേവരാജൻ, റിജു മാവേലി, MS സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. മാള ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. മാള ആശുപത്രിയിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ഷാജു, ബ്ലോക്ക് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജോഷ് എന്നിവർ സംസാരിച്ചു. പുത്തൻചിറ ഈസ്റ്റ് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പ് തിരുനാൾ ആഘോഷിച്ചു. ഇന്ന് മരിച്ചവരുടെ ഓർമ്മ ദിനം ആചരിച്ചു. വിശുദ്ധ കുർബാന, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒപ്പീസ് എന്നിവ നടന്നു. തുടർന്ന് തിരുനാൾ ആഘോഷങ്ങളുടെ കൊടിയിറങ്ങി. പുത്തൻചിറ ഈസ്റ്റ് ജനകീയ കൂട്ടായ്മ ദേശീയോത്സവം 2024 സംഘടിപ്പിച്ചു. കുണ്ടായി കോൾക്കുന്ന് പ്രദേശത്തെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയോത്സവം കുണ്ടായി ജംഗ്ഷനിൽ ഫാദർ ജോൺ കവലക്കാട് ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായം കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്ര രാത്രി 10 മണിയോടെ പുത്തൻചിറ കിഴക്കുമുറിയിൽ സമാപിച്ചു. സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി പൊയ്യ പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് കെയറിലെ നിർധനരായ രോഗികൾക്ക് ആവശ്യമായ വീൽചെയറുകളും മറ്റു ഉപകരണങ്ങളും കൈമാറി. പൊയ്യ കമ്പനിപ്പടി സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി തോമസ് ഉദ്ഘാടനം ചെയ്തു. മുഖപ്രസംഗത്തിലൊക്കെ പറയുകയുണ്ടായി വളരെ ലളിതമായ ചടങ്ങാണെന്ന്. പക്ഷേ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എത്തിപ്പെടേണ്ട ഒരു മേഖലയ്ക്കാണ് ഇന്ന് ഇവർ ഒരു കൈത്താങ്ങാകുന്നത്. ആ കൈത്താങ്ങ് പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ചെറിയ ചെറിയ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒന്നും കൂടിയായിരിക്കില്ല ചിലപ്പോൾ ഇവർ നടത്തുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ
ദുഃഖം അനുഭവിക്കുന്നവരെ കൂടെ നിൽക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഒരു സ്വാന്തനം ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെയുണ്ട്. സാന്ത്വനം പ്രസിഡന്റ് VG സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റീന സേവ്യർ, പഞ്ചായത്ത് അംഗങ്ങളായ AS വിജീഷ്, രാജേഷ് മോഹൻ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സോജൻ കല്ലറയ്ക്കൽ, FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK സുനിൽ, PK ഗോപി, രാജേഷ് കളത്തിൽ, KV സത്യൻ, KV അനീഷ്, PS സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. മുകുന്ദപുരം താലൂക്ക് NSS യൂണിയൻ ചാലക്കുടി മേഖല തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി കരയോഗം ഹാളിൽ നടന്ന തിരുവാതിരക്കളി മത്സരം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് PR അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മേഖല കൺവീനർ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് കമ്മിറ്റി അംഗം രമ കൃഷ്ണമൂർത്തി, വാർഡ് കൗൺസിലർ സുധാ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. തിരുവാതിരക്കളി മത്സരത്തിൽ കൂടപ്പുഴ NSS കരയോഗം 1ാം സ്ഥാനവും, ചാലക്കുടി ടൗൺ NSS കരയോഗം 2ാം സ്ഥാനവും, പടിഞ്ഞാറെ ചാലക്കുടി NSS കരയോഗം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം താലൂക്ക് യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ നിർവഹിച്ചു. NSS മുകുന്ദപുരം താലൂക്ക് യൂണിയനിലെ കൊടകര മേഖല തിരുവാതിരക്കളി മത്സരം നടന്നു. താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം വിജയൻ ചിറ്റയടത്ത് ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ എടാട്ട് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ പഞ്ചായത്ത് സമിതി അംഗം രവീന്ദ്രൻ കണ്ണൂർ, താലൂക്ക് യൂണിയൻ ഇലക്ട്രോൺ മെമ്പർ ശ്രീകുമാർ, ശ്രീവിദ്യ, അനൂപ് എന്നിവർ സംസാരിച്ചു. വല്ലപ്പാടി NSS കരയോഗം 1ാം സമ്മാനം നേടി. അഴകം NSS കരയോഗം 2ാം സ്ഥാനവും, കൊളത്തൂർ NSS കരയോഗം 3ാം സ്ഥാനവും നേടി. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റി മെമ്പർ ബിന്ദു G മേനോൻ സമ്മാനദാനം നിർവഹിച്ചു. മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര സ്കൂൾ ഗ്രൗണ്ടിൽ അരങ്ങേറിയത്. തുടർന്ന് എയ്റോപിക്സ്, യോഗ, കരാട്ടെ പ്രദർശനം, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ചാലക്കുടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ പ്രമേഹ രോഗനിർണയ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ മൾട്ടിപ്പിൾ ചെയർമാൻ സാജു പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. ജോമി കാവുങ്കൽ അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, ജോൺസൺ കോലങ്കണ്ണി, VS സന്ദീപ്, ജെയിൻ ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം RMVHS സ്കൂളിലെ 1998 SSLC ബാച്ചിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മ 98 വൈബ്സ് ഒരു വട്ടം കൂടി സിൽവർ ജൂബിലി ആഘോഷം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക ബീബ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ടീച്ചർ ഷാഫി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM സുമേഷ്, രശ്മി പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. 98 കാലഘട്ടത്തിൽ അധ്യാപകരെ ആദരിക്കുകയും കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനവും നടത്തി. തുടർന്ന് ഗാനമേളയും അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. എല്ലാ മതങ്ങൾക്കും തുല്യാവകാശം നൽകുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതെന്ന് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. മതസൗഹാർദ്ദ സംഗീത നൃത്ത കലാമേളയായ ഹാർമണി ഫെസ്റ്റിവൽ ദശവത്സരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ഹാർമണി ഫെസ്റ്റിവൽ 2024 അവാർഡ് സമ്മാനിച്ചു. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ഇടി ടൈസൺ MLA അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർപ്പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂർ തൃപ്രയാർ മേഖല സ്വകാര്യ ദേവസ്വം ബോർഡ് പൊതുയോഗം നടന്നു. വൈസ് പ്രസിഡന്റ് VV രവി അധ്യക്ഷത വഹിച്ചു. VU ഉണ്ണികൃഷ്ണൻ, MS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ മന്ത്രി P രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. മൊഴി നൽകിയത് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാർ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ TN പ്രതാപനായി ചുവരെഴുത്ത് വാർത്തകളിൽ ഇടം പിടിച്ചതോടെ പ്രതാപൻ ഇത് മായ്ക്കാൻ നിർദ്ദേശം നൽകി. തൃശൂർ ലൂർദ് പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും. മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.